സാധാരണഗതിയിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അത് ഓരോ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുഭവത്തിൽ നിന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും. ആർട്ട് ഓഫ് ഇൻട്രഗേഷൻ ആണെന്ന് പറയാം. അതിന് പ്രത്യേക പുസ്തകങ്ങളൊന്നുമില്ല. ഓരോ കേസിന്റെ സ്വഭാവം അനുസരിച്ച് വേണം ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് നിയമപുസ്തകം പോലെ ആർട്ട് ഓഫ് ഇൻട്രഗേഷൻ ഒരു പുസ്തകം പലരും എഴുതിയിട്ടുണ്ട്. അതൊന്നും പ്രായോഗികമായ രീതിയിൽ ഫലവത്തായിട്ട് വരില്ല. അതുകൊണ്ട് ഓരോ ഓഫീസറും അവരുടെ ബുദ്ധി അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച്, അവർ മോഷണ കേസുകൾ ധാരാളം പിടിച്ചനുസരിച്ച് അവർ തന്നെ ഓരോ ടെക്നിക്കൽ യൂസ് ചെയ്യും. ജനറലായി വളരെ ടെക്നിക്കുകളുണ്ട്. അതൊക്കെ പഠിച്ചാൽ ചിലയിടത്ത് ഏൽക്കില്ല. നമുക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാളെ ചോദ്യം ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമെന്നില്ല. സമയങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കും. ഞാൻ ഏകദേശം 1.25 വർഷം ഒരാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യും വിടും, ചോദ്യം ചെയ്യും വിടും. അങ്ങനെ 1.25 വർഷം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത്. കാരണം പല കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്ത് വരുമ്പോൾ ആ കേസുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം. നമ്മൾ വളരെ അധികം ദീർഘ ലക്ഷ്യത്തോടെയുള്ള ചോദ്യങ്ങളാണ്. അത് സസ്പെക്റ്റിനോ പ്രതിക്കോ മനസ്സിലാവില്ല. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടെ സാധാരണഗതിയിൽ ഡയറക്റ്റ് ആയിട്ട് ആദ്യം നാട്ടുകാരെയൊക്കെ ചോദിക്കുന്ന പോലെ ഒരു പ്രിലിമിനറി ചോദ്യം ചെയ്യൽ ആ വീടും പരിസരത്തുള്ളവരെയൊക്കെ നടത്തി അങ്ങ് വിടും. അതിനുശേഷം പതുക്കെ ആ ആളെ സംശയം വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. അതിനകത്ത് ചിലപ്പം അല്പസ്വല്പം കാര്യങ്ങളൊക്കെ കിട്ടിയെന്നും വരും. അങ്ങനെ വരുമ്പോൾ ഒരു സസ്പെക്റ്റ് ആണ് ഇയാളെന്ന് തോന്നും. പിന്നെ അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യും. അല്പം ശക്തിയോടെയുള്ള ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാം. അതിനകത്തും ചില കള്ളന്മാരും ചില കൊലപാതകങ്ങളും പിടിച്ചു നിൽക്കും. ആത്മബലമുള്ളവർ, ധൈര്യമുള്ളവർ, പോലീസിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് മനഃപ്പാഠം ചെയ്ത് പരിശീലിച്ചവര്. അത് കള്ളന്മാർ സാധാരണ ചെയ്യും. ജയിലിലിരിക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും ഒക്കെ പോലീസ് ഓരോ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണം, പോലീസിനെ എങ്ങനെ മിസ്ലീഡ് ചെയ്യാം, ആ കേസ് തന്നിലേക്ക് വരാതിരിക്കാനുള്ള എങ്ങനെ സാധിക്കും, അങ്ങനെയുള്ള ചിന്തകളാണ്. പ്രൊഫഷണലായ കള്ളന്മാരും കൊലപാതകങ്ങളും അങ്ങനെ ചിന്തിച്ചാണ് എപ്പോഴും നടക്കുന്നത്. അങ്ങനെ അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യത്തിൽ അവർ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. ആ ടെക്നിക്ക് പോലീസ് ചെയ്യുന്ന ചോദ്യം ചെയ്യലിൽ ആ ടെക്നിക്ക് പോലീസ് വീണുപോകും. അങ്ങനെ വെറുതെ ചില യഥാർത്ഥ പ്രതികളെ വെറുതെ വിട്ടുപോയിട്ടുണ്ടാവും. നിരപരാധി ചിലപ്പോൾ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവും. ആദ്യം ഒരു ഫാക്ട് ഫൈൻഡിങ്, അയാളെ വിളിച്ച് എല്ലാവരും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ചോദ്യം ചെയ്യും. രണ്ടാമത് ചെറിയ ക്വസ്റ്റ്യനിങ് രീതിയിൽ ചോദ്യം ചെയ്യും. പിന്നെ ഒരു ഇൻട്രോഗേഷനാണ് സ്വല്പം ടഫായിട്ടുള്ള. അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇയാളെ സംശയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കയറും. അറസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ രക്ഷപ്പെട്ട് രാജ്യം വിട്ടു പോകാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റഡി ചോദ്യം, പിന്നെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആണ്. അത് കുറെ ടഫായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 3-4 സ്റ്റേജിലാണ് സാധാരണഗതിയിൽ ഒരാളെ, സസ്പെക്റ്റിനെ ചോദ്യം ചെയ്യുന്നത്. ഇൻട്രോഗേഷൻ ടെക്നിക്ക് അത് പല രീതിയിലാണ്. ഇൻട്രോഗേഷൻ ടെക്നിക്ക് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ആ ഇൻട്രോഗേഷൻ പോകുന്നത്. ചിലടത്ത് ഒരു സഹാനുഭൂതിയോടൊക്കെ ചോദിക്കും, ചിലർ ഈ ബ്രേക്ക് ചെയ്യും, പറ്റിപ്പോയി സാറേ. അത് ചിലവാകുന്നുണ്ടോ ഇല്ലെന്ന് നോക്കും. പിന്നെ ഡയറക്റ്റ് ഇൻട്രോഗേഷൻ, സ്ട്രൈറ്റ് അവേ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. നീ തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങാം. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് തീമുകൾ, അങ്ങനെ ആ തീമിനെ ഇതിന് പകരമുള്ള ചില തീമുകളൊക്കെ വെച്ചിട്ട് ഇയാൾ അതിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാം. പിന്നെ ആ വസ്തുതകൾ അനാലിസിസ് ചെയ്യും. അയാളുടെ ഒപ്പീനിയൻ എന്താണ്? തൻ്റെ വീടിനടുത്തല്ലേ മോഷണം നടന്നത്, ഇത് ആരായിരിക്കാം, എങ്ങനെയായിരിക്കാം, അതിനുള്ള സാധ്യതകൾ ചോദിക്കാം. അയാൾക്ക് ഇവിടുന്ന് പോലീസിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ആൻസർ പോലീസിനെ അവിടുന്ന് മാറ്റിവിടാൻ, തന്നിലേക്ക് വരാൻ സാധ്യതയുള്ള ആ ചിന്ത മാറ്റിവിടാനുള്ള ബുദ്ധി പ്രയോഗിക്കും.